ഹായ്. സോഷ്യൽ മീഡിയ വാറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വാർ എന്ന വാക്കുകൊണ്ട് ഇതിന് ഞാൻ ഭയങ്കര ബിൽഡപ്പ് ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതായത് രണ്ട് സ്ത്രീകൾ, ഫിജോ ഹാരിസ്, സനു റിയാക്ഷൻ എന്ന് പറയുന്ന ഈ രണ്ട് ചാനലുകളിലൂടെ ഇവരുടെ വഴക്ക് എന്ന് പറയുന്നത് വാർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്തോ സംഭവമെന്ന് നിങ്ങൾ കരുതും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു വഴക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് പണ്ട് ലോ ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു താഴേക്കിടയിലുള്ള ആളുകളെന്നല്ല. പണ്ട് കാലങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ കുറവുകൾ കൊണ്ട്, വിദ്യാഭ്യാസം കുറവാണെങ്കിലും ഭയങ്കരമായ ഈ ഫാമിലി അറ്റാച്ച്മെന്റ് ഒക്കെ കൂടുതലായിരിക്കും ഈ വിദ്യാഭ്യാസം കുറവുള്ള ആളുകൾക്ക്. അപ്പൊ ഇവരുടെ ഫാമിലിയിലുള്ള ആളുകളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഫാമിലിയെ പറയുക. അപ്പൊ ഫാമിലിയെ പറയുമ്പോൾ മറ്റവർ പ്രകോപിതരായിട്ട് അവരതിലും വലുത് പറയുക, ഇതിലും വലുത് പറയുക, ഡി വേശ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ അധികം ആളുകളെയാണ് അന്നൊക്കെ ലോ ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അന്നത്തേക്ക് അങ്ങനെ തെരുവോരങ്ങളിൽ നിന്ന് തുണി പൊക്കി കാണിക്കുകയും അവരുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് പറയുകയും ഇവരുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് പറയുകയും അങ്ങനെയൊക്കെ തുടങ്ങി ഇങ്ങനെ തുണി പൊക്കി കാണിക്കുന്ന തരത്തിലുള്ള വഴക്കുകളെയൊക്കെയാണ് ലോ ക്ലാസ് വഴക്കുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ലോ ക്ലാസ് വഴക്കാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫിജോ ഹാരിസിന്റെയും സനു റിയാക്ഷന്റെയും ചാനൽ വഴി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തായിട്ട് തന്നെ ഈ പറയുന്ന സനു റിയാക്ഷനെതിരെ അല്ലെങ്കിൽ ഷെഫീന ബീവിക്കെതിരെ സംസാരിച്ചുകൊണ്ട് അതേ കണക്ക് മുന്താസ്, പിന്നെ ആരാണ് സമീറ തുടങ്ങിയ സ്ത്രീകൾക്കെതിരെ സംസാരിക്കാൻ എന്നവണ്ണം ഡോക്ടർ റോസി, മിനി എന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും സംസാരിക്കാൻ വന്നു എന്ന തരത്തിൽ ഒരു ചാനൽ എടുത്തുകൊണ്ട് വരികയും അവർ പറയുന്നത് ഇത്തരത്തിലാണ്. അതായത് കുട്ടികൾക്കെതിരെ സംസാരിക്കുന്ന ഈ സനു റിയാക്ഷനും സമീറയും മുന്താസും ഷെഫീന ബീവിക്കുമൊക്കെ എതിരെ സംസാരിക്കാനാണ് ഇവർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇങ്ങനെ കുറേ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വിശദീകരണങ്ങൾ നടത്തുന്നുണ്ട്. എന്നിട്ട് ഇവർ ഈ പറയുന്ന ഡോക്ടർ റോസി, അവരെ ഞാൻ ഡോക്ടർ എന്നൊന്നും അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. 10 പൈസയ്ക്ക് വിവരമില്ലാത്ത ഒരു സ്ത്രീ, അത്രേ പറയേണ്ടതുള്ളൂ. അതിന് കാരണം എന്താണ് എന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞു വരാം. അതായത് ഈ പറയുന്ന സ്ത്രീയും ഒരു മിനി എന്ന് പറയുന്ന സ്ത്രീയും കൂടി ഒരു ചാനൽ തുടങ്ങുന്നു. ആ ചാനലിൽ വന്നിരുന്നു കുട്ടികൾക്കെതിരെ അസംബന്ധം പറയുന്ന തെറികൾ വിളിക്കുന്ന ആളുകളുടെ തെറിവിളി അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ ചാനലുകൾ അടച്ചുപൂട്ടണം എന്നുള്ള ഒരു കീജയ് വിളിയുമായിട്ട് ഇവരൊരു ചാനൽ തുറന്നു. ഞാൻ ആദ്യം തന്നെ ഡോക്ടർ റോസിയോടും മിനി മേഡത്തിനോടും ഒരു കാര്യം പറയാം. നമ്മുടെ നാട്ടില് തെറി വിളിക്കുക എന്നുള്ളത് മാത്രമല്ല മോശമായ കാര്യം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തില് വളരെ മോശമായ തരത്തിൽ സംസാരിക്കുക, അതിൽ തെറിവിളി വേണ്ട. തെറിവിളി ഇല്ലാതെ തന്നെ വളരെ മോശമായി അവരുടെ ബോഡി പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക, ഫേക്ക് അക്കൗണ്ടുകൾ എടുത്തുകൊണ്ട് വന്ന് അവരെ മാനഭംഗപ്പെടുത്തുക. ഈ മാനഭംഗപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സെക്ഷുവലി ബോഡിയിൽ ടച്ച് ചെയ്തുകൊണ്ട് അവരെ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മാനഭംഗപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മാനഭംഗപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കുക എന്നുള്ളതും ഈ പറയുന്ന മാനഭംഗത്തിൽ പെടുന്നത് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു ചാനലിൽ കൂടി ഘോരം പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികൾക്കെതിരെ സംസാരിക്കുന്നതിനെ, അമ്മമാർക്കെതിരെ സംസാരിക്കുന്നതിനെ, തെറി വിളിക്കുന്നതിനെ ഞങ്ങൾ എതിരാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചാനലിൽ ഞാനൊരു സംഭവം കണ്ടു. പരിപാടി, അതായത് ഇന്ന് ഇത്രയും പവിത്രമായിട്ട് ജീവിക്കുന്ന സ്ത്രീ ഇവളുടെ അമ്മ എന്തായി ധരിച്ചിരുന്നേ ഇത്രയും നാല് ചെറിയൊരു സംവിധാനം, യന്ത്ര സംവിധാനം, ഒരു ബ്ലേഡ് പോലൊരു സംഭവം ഇവരുടെ അമ്മയുടെ ശരീരത്തിൽ, അതായത് ഈ കളിക്കാരുടെ അമ്മയുടെ ശരീരത്തിൽ ചെറിയൊരു ബ്ലേഡ് പോലുള്ള സാധനം. ഈ പുള്ളിക്കാരൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട്. ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു അമ്മയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കൊക്കെയും അറിയാം, അമ്മ എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായ ഒന്നാണ്. അമ്മയ്ക്ക് തുല്യം
ദൈവം പോലുമില്ല. മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. മാതാവിന് ശേഷമാണ് മറ്റുള്ളതെല്ലാം വരുന്നത്. അത് മാത്രമല്ല, ഈ തട്ടം ഇട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഇസ്ലാം ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാമിൽ ഒരു കാര്യമുണ്ട്, പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗം എന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് അമ്മ എന്ന് പറയുന്നതിന് അത്രയേറെ മഹത്വം നൽകുന്ന ഒരു മതത്തിലാണ് ഈ സ്ത്രീ എന്നുള്ളത് ഇവരുടെ വേഷവിധാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇവർ ചാനൽ തുടങ്ങിയിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? തെറി വിളിക്കുന്നതിന് എതിരെ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും ഉണ്ടായിരിക്കണം. അതായത് തെറിവിളിയേക്കാൾ അപകടകരമായ ടോക്കിംഗ് ശൈലികളുണ്ട്. അതൊക്കെയും ഇതിൽ ഇൻക്ലൂഡ് ആവണം കാരണം നിങ്ങൾ സൊസൈറ്റിയിൽ കുറെ അധികം തെറി വിളിക്കുന്ന സ്ത്രീകൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്ന സ്ത്രീകൾ എന്നാണ് പറയുന്നത്. അപ്പോ അവിടെ ഒരാൾ സംസാരിച്ചു തുടങ്ങുകയാണ്. ഈ സംസാരിച്ചു തുടങ്ങുന്നത് ഒരാണാണ് അവിടെ സംസാരിച്ച് തുടങ്ങുന്നത്. ഈ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ടിരുന്ന് അത് കേൾക്കുന്നുണ്ട്. എന്താണ് പറയാൻ പോകുന്നത്? ഒരു അമ്മയെ കുറിച്ചാണ് അവിടെ പുള്ളിക്കാരൻ പറയാൻ പോകുന്നത്. ഒരു ബ്ലേഡ് ശരീരത്തിൽ ചേർത്ത് കെട്ടിവെക്കുന്നു. അപ്പൊ ഈ പുള്ളിക്കാരത്തിനെ പോലെ തന്നെ ഞാനും അത് ശ്രദ്ധിച്ചു. പക്ഷെ അവിടെ തന്നെ എനിക്ക് മനസ്സിലായി ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത് വളരെ അപകടകരമായ എന്തോ ഒന്നാണ് ഇതിന്റെ എൻഡ് എന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഈ കളിക്കാവിലെ ഏതാണ്ട് ബസ് സ്റ്റാൻഡിൽ 150ഓളം ഓട്ടോ ഉള്ള ഒരു വലിയ സ്റ്റാൻഡ് അറിയാമോ? 150ഓളം. ഇയാളെ ഇവരുടെ ഹോട്ടലിൽ നടത്തുന്നതിന്റെ തൊട്ട് സൈഡിൽ ഓട്ടോ സ്റ്റാൻഡ് 150ഓളം. അങ്ങനെ അവരുമായിട്ടൊക്കെ വലിയ സഹകരണം. മാരിയപ്പൻ ഭയങ്കര ഇവരുമായിട്ടൊക്കെ ഭയങ്കര അച്ഛൻ ഭയങ്കര സൗഹൃദം. അച്ഛൻ്റെ അടക്കം ചായ കുടിക്കുന്നു, പോലീസന്മാരടക്കം ചായ കുടിക്കുന്നു. അങ്ങനെ ഇങ്ങനെ കടുപ്പിച്ചതിന് ശേഷം ഇവരുടെ കൂടെ ഹോട്ടലിൽ നിൽക്കുന്ന ഒരു പേരുണ്ട്, മുത്തു എന്ന് പറഞ്ഞിട്ട് അവൻ ചായ അടിക്കാനും മറ്റേ ദോശ ഉണ്ടാക്കാനും ഒക്കെ നിൽക്കുന്നത്. അങ്ങനെ ഈ ബ്ലേഡ് കടുപ്പിച്ചതിന് ശേഷം ഈ മാരിയപ്പൻ വലിയ ആശ്വാസത്തോടെ ആരെങ്കിലും എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാന്നുള്ള രീതിയിൽ പിറ്റേ നേരം എടുക്കുന്നു. കളിക്കാവിലെ ഓട്ടോ സ്റ്റാൻഡിൽ നോക്കുമ്പോഴത്തേനും ഒറ്റ ഓട്ടോ ഇല്ല. ഒരൊറ്റ ഓട്ടോ കളിക്കാനുള്ള ബസ് സ്റ്റാൻഡിൽ ഇല്ല. മാരിയപ്പൻ ആകെ എന്താ ഓട്ടോ ഓട്ടോക്കാരൻ അവിടെ പോയി തന്റെ കടയിൽ ആരും ഓടിക്കാൻ വരുന്നില്ല. പതിവാറുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അന്നേരത്തെ എന്താ ഇത് അപ്പൊ ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് ദീപാവലി പടക്കം പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി എന്തോ സംഭവം അവിടെ പറയാൻ ഇയാള് പോവുകയാണ്. ഇത് പുള്ളിക്കാരത്തിയുടെ ചാനലാണ്, പറയുന്നത് ഒരാണാണ്, ഇത് കേൾക്കുന്നത് പൊതുസമൂഹമാണ് എന്നുള്ള കാര്യം പുള്ളിക്കാരത്തിക്ക് അറിയാം. ദീപാവലി പടക്കം പൊട്ടിക്കാൻ പോവുകയാണ്. എന്തായിരുന്നു ആ ദീപാവലി പടക്കം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാരാണ് പറയുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് നവോത്ഥാനം പ്രസംഗിക്കാൻ വന്ന ഡോക്ടർ റോസി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് ഞാൻ ഡോക്ടർ എന്നുള്ള പദവി കൊടുക്കൂല. പകരം 10 പൈസയ്ക്ക് വിവരമില്ലാത്ത സ്ത്രീ എന്നുള്ള പദവി മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്, ഞാൻ ഡോക്ടറിനൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ മാനവികത എന്താണ് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡോക്ടർ എന്ന പദവി തരില്ല എന്ന് പറഞ്ഞത്. അപ്പോഴെങ്കിലും ഈ സ്ത്രീ പറയണമായിരുന്നു, ജിനൂസെ ഇതിവിടെ സംസാരിക്കാൻ പറ്റില്ല, പ്ലീസ് സ്റ്റോപ്പ് ദ ടോക്ക് എന്ന് പറയണമായിരുന്നു. അത് പറഞ്ഞില്ല. നല്ല രസമുണ്ടല്ലോ, കഥയല്ലേ, കേക്കാം. അപ്പൊ ടിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി എന്നൊരു വെപ്പും അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
സംഭവം മനസ്സിലായോ? അതായത് സനു റിയാക്ഷന്റെ പിതാവ്, സനു റിയാക്ഷൻ എന്ന് പറയുന്ന ചാനലിന്റെ മാതാവിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ബ്ലേഡ് വെച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓട്ടോക്കാർ ഹോട്ടലിൽ വരുന്നു, അവരെ കാണാനില്ല. അപ്പോൾ സനുവിന്റെ ബാപ്പ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, നീ മാത്രം, ഈ മുത്തു എന്ന് പറയുന്നത് ആ ഹോട്ടലിലെ ജീവനക്കാരനാണ്. അപ്പൊ മുത്തുവിന് യാതൊരു കുഴപ്പവുമില്ല. ഓട്ടോക്കാരെല്ലാവരെയും കാണുന്നില്ല. അതായത് തലേ ദിവസം രാത്രിയിൽ ആ ഓട്ടോക്കാരെല്ലാം ആ അമ്മയെ ഉപയോഗിച്ചു. ഇതെവിടെയാണ് പറയുന്നത്? ഒരു സമൂഹത്തിലാണ്. ഒരു മനുഷ്യന്റെ വൈകൃത മനസ്സിനെയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു കഥ പറയാൻ അവിടെ അവസരം കൊടുത്ത ഈ സ്ത്രീക്ക് ഞാൻ 5 പൈസയുടെ വില പോലും കൊടുക്കൂല. ഈ കഥ പറഞ്ഞ ആൾക്കും എന്താണ് ഈ കഥയിലൂടെ ആ പുള്ളിക്കാരന്റെ ഉള്ളിലുള്ള ആ ഒരു ഇരിപ്പ് നോക്ക്. ഇത്രയും വലിയൊരു പൊതുസമൂഹത്തിൽ ഈ പുള്ളിക്കാരൻ വന്നിരുന്നു. ഈ പൊതുസമൂഹത്തിൽ പറഞ്ഞ കഥ ഇതാണെങ്കിൽ ഇവർ രഹസ്യമായി കുറേയധികം ആൺ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്നു കൊണ്ട് ഓരോ സ്ത്രീകളെയും കുറിച്ച് പറഞ്ഞ് രസിക്കുന്ന കഥകൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് സമൂഹത്തിന് വളരെയധികം ആപത്തുളവാക്കുന്ന ഒരു സമൂഹത്തിൽ വളരെയധികം ആപത്തുളവാക്കുന്ന ഒരു കഥയാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. നല്ല രസകരമായിട്ട് അതിന് കേട്ട് കുണുങ്ങി ചിരിക്കുന്ന ഈ ഡോക്ടറിന് എത്ര പൈസയുടെ ബുദ്ധിയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്ക്. ഇവരാണ് നവോത്ഥാന നായിക. ഈ സ്ത്രീയാണ് മറ്റുള്ളവരുടെ വാ അടപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന, അതായത് തെറി വിളിക്കുന്ന വാ അടപ്പിക്കാൻ വന്നിരിക്കുന്ന സ്ത്രീ. എൻ്റെ പൊന്ന സ്ത്രീയെ റോസി, നിങ്ങൾ ഈ പറയുന്ന തെറി വിളിക്കുന്ന സ്ത്രീകളുടെ ഒരാളുടെയെങ്കിലും ചാനലിൽ പോലും ഇത്രയും വൃത്തികേട് പറയുന്ന ഒരു പുരുഷനെ കൊണ്ടുവന്നിരുത്തി ഇത്രയും വൃത്തികേട് പറയിപ്പിക്കുന്ന ഒരു അവസരം അവരാരും തന്നെ കൊടുത്തിട്ടില്ല. ഈ സനു ആയിക്കോട്ടെ, സമീറ ആയിക്കോട്ടെ, ഷെഫീന ബീബി ആയിക്കോട്ടെ, പിന്നെ ആരാണ്, മുംതാസ് ആയിക്കോട്ടെ, ഇവരുടെ ചാനലുകളിൽ ഇതുപോലെ ഒരു വൈകൃത മനസ്സിന്റെ ഉടമയായ ഒരാളിനെ കൊണ്ടുവന്ന് ഇരുത്തി ഇത്തരത്തിൽ ഒരു കഥ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് മാനവികതയാണോ ഉള്ളത്? അപ്പോഴും ഈ സ്ത്രീ പറയുന്നില്ല നിങ്ങൾ പറഞ്ഞത് റോങ് ആണ്. ജിനൂസെ, നിങ്ങൾ പറഞ്ഞത് റോങ് ആണ്. കാരണം ആ സ്ത്രീ എന്ന് പറയുന്നത് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ്. ഈ പറയുന്ന സനു റിയാക്ഷന്റെ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടു പോയി. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിക്ക് പോലും ബഹുമാനം നൽകണം എന്നുള്ളത് സാമൂഹ്യ മര്യാദയിൽപ്പെട്ടതാണ്. എല്ലാ മതങ്ങളും അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ മുഖം പൊത്തിച്ചിരിക്കുന്ന ഈ സ്ത്രീയുടെ മതത്തിലും അവരുടെ പ്രവാചകൻ മറ്റൊരു മതത്തിലുള്ള ഒരാളിന്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് സ്വന്തമായി മാതൃക കാണിച്ചു കൊടുത്ത ഒരു പ്രവാചകന്റെ അനുയായി ഇരുന്ന് മൂക്ക് പൊത്തി ചിരിക്കുന്നു. എന്തിനാണ് ചിരിക്കുന്നത്? മരണപ്പെട്ടു പോയ ഒരമ്മയെ കുറിച്ച് പറയുമ്പോ, ലൈംഗിക വൈകൃതം പറയുമ്പോ പുള്ളിക്കാരത്തി മുഖം പൊത്തി ഇരുന്ന് അങ്ങോട്ട് ചിരിക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ ഈ പുള്ളിക്കാരത്തി ഒരുപാട് കാര്യങ്ങളെ പോളിഷ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അതായത് നമ്മുടെ തനൂജ സ്വന്തം മകൾക്ക് ബിയർ കൊടുത്തു എന്നുള്ള ഒരു കാര്യത്തിനെ ഈ പുള്ളിക്കാരത്തി ഇവളുടെ ചാനൽ വഴി പോളിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്ന സ്ത്രീയെ, നിങ്ങൾക്ക് 10 പൈസയുടെ വിവരം ഞാൻ തരില്ല, 10 പൈസയുടെ വില ഞാൻ തരില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അന്ന് ഈ ജനങ്ങൾ മുഴുവൻ ഈ കുട്ടിക്ക് ബിയർ കൊടുത്തതിനെതിരെ സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളതൊരു നോർമലൈസ്ഡ് ആയിട്ട് പറയുകയാണ്. ഈ കുട്ടിക്ക് ബിയർ കൊടുത്തു എന്നുള്ളത് പ്രസവിച്ച അമ്മ തന്നെ സമ്മതിച്ചതാണ് സ്ത്രീയെ. അവർ സമ്മതിച്ചു, തന്റെ മകൾക്ക് കൊടുത്തു. അതൊരു സിപ്പായാലും 2 സിപ്പായാലും ഒന്നാമത്തത് അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ബിയർ എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. രണ്ടാമത്തത് ആ കുട്ടി പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയാണ്. വിഷമാണ് കഴിക്കുന്നത്, അത് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരൂ എന്ന് പറഞ്ഞാൽ അതും കൊടുക്കുമല്ലോ ഈ സ്ത്രീ. അപ്പൊ അതിനെതിരെയാണ് അന്ന് ഒരുപാട് പേര് സംസാരിച്ചത്. അത് മാത്രമല്ല, ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീ
സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയല്ല. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ച് ദാരിദ്ര്യം പറഞ്ഞ് കഷ്ടപ്പാട് പറഞ്ഞ് എനിക്കൊരു മോളുണ്ട് വളർത്താൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളെ പറ്റിച്ച് വാങ്ങുന്ന പൈസ ഇവർ ഇത്തരത്തിൽ ദൂർത്തടിക്കുകയാണ്. ഈ ദൂർത്തടിക്കൽ, നിങ്ങൾ കൊടുക്കുന്ന ഈ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന പൈസ ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ ആ കുട്ടി സുരക്ഷിതയാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അതിനെ ദൃക്സാക്ഷികളായിട്ടുള്ള ഒരു അനുമോളും സമീറയും രംഗത്ത് വന്നതിനെ കുറിച്ച് സംസാരിച്ചു. അത് രംഗത്ത് വന്ന് തന്നെ സംസാരിക്കണമായിരുന്നു. കാരണം ഇവർക്ക് ക്യാഷ് കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം, ആ കുട്ടിയുടെ ജീവനാപത്തുണ്ടോ, ആ കുട്ടി സുരക്ഷിതരാണോ. സ്വന്തമായി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ക്യാഷ് ആണെങ്കിൽ ഇത്തരത്തിൽ ദൂർത്തടിച്ച് കളയാൻ ആരും തയ്യാറാവില്ല. അപ്പൊ അത് പൊതുസമൂഹത്തിൽ തന്നെ അത് പറഞ്ഞു അനുമോളും സമീറയും. അതെങ്ങനെയാണ് തെറ്റായിട്ട് തോന്നുന്നത്? അതുപോലെ നിങ്ങൾ ഭയങ്കര നവോത്ഥാനം പ്രസംഗിക്കുന്ന നിങ്ങൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കുന്നത്, അതായത് സമീറ, മുന്താസ്, ഷെഫീന ബീവിയൊക്കെ സംസാരിക്കുന്ന അവരുടെ ചാനലിന്റെ റീച്ച് കളയുക. ഇതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും സമീറ എന്ന് പറയുന്ന സ്ത്രീ യൂട്യൂബിൽ വന്നത് എങ്ങനെയാണ്? അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. മുന്താസ് എന്ന് പറയുന്ന സ്ത്രീ യൂട്യൂബിൽ വന്നത് എങ്ങനെയാണ്? അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വന്ന ചാനലുകളിൽ നിന്നും അവർ പറയുന്നത് ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ പറയാൻ അവസരം കൊടുക്കാതിരിക്കുക, അവരുടെ ചാനലിന്റെ റീച്ച് കുറയ്ക്കുക. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉണ്ടാകുമല്ലോ, ആ 2 വശങ്ങളും ചെകയുകയാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സ്ത്രീയെ. അതിനു പകരം അവരുടെ ചാനൽ കളഞ്ഞു, അവരുടെ ചാനൽ നിർത്തി, അവരുടെ ചാനലിനെ നമുക്ക് റീച്ച് ഇല്ലാതാക്കി, അവരുടെ ചാനലിൽ നിന്ന് നമ്മൾ റീച്ച് ഇല്ലാതാക്കി. അത് ഭയങ്കര അഭിമാനം പോലെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവർ വിക്ടിംസ് ആണ്. അവർ ഇത്തരത്തിൽ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഒരു സമൂഹത്തിൽ നിന്ന് സൈബർ ബുള്ളിങ് അനുഭവിച്ച സ്ത്രീകളാണ്. അവർക്ക് പറയാൻ അവസരം കൊടുക്കണം. അവർ പറയുന്നതും ഞങ്ങൾക്ക് കേൾക്കണം. നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് അവരുടെ ചാനൽ നശിപ്പിക്കണം എന്നുള്ളത് നിങ്ങളല്ല. ഒരു 170 പേരല്ല ഈ ഗ്രൂപ്പിൽ, ഈ പറയുന്ന ഡോക്ടർ റോസി ഉള്ള ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്. അവിടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ചാനലിന് എത്രത്തോളം റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും, ഒരു ചാനൽ എങ്ങനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് പറ്റും. വോയിസ് സനു റിയാക്ഷൻ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് പേഴ്സണലായിട്ട് അവർ സംസാരിച്ചതാണ്. ഞാൻ എന്താണ് ഇതിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ? നമ്മുടെ സമൂഹത്തിന് തന്നെ ദോഷകരമായ തരത്തിലുള്ള ഒരു സംസാരം നമ്മൾ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. ഇതിൽ ഈ പുള്ളിക്കാരൻ പറയുന്ന വോയിസിൽ ഒരു അപകടകരമായ ഒരു കാര്യമുണ്ട്. അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് ഞാൻ ഈ ഒരു വോയിസ് ഇവിടെ പബ്ലിഷ് ചെയ്തത് എന്നറിയാമോ? ഇതിൽ നേരത്തെ ആ ഒരു ലൈവിൽ വന്നിരുന്ന് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മേനെ പറ്റി, സനുവിൻ്റെ ഉമ്മാനെ പറ്റി. അതൊരു ആർട്ടിഫിഷ്യൽ കഥയാണെങ്കിലും അത് പറഞ്ഞത് പൊതുസമൂഹത്തിലാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്കണം. അതേപോലെ ഇതിപ്പോൾ സനുവിന് പേഴ്സണലായിട്ട് ഇട്ടുകൊടുത്ത വോയിസാണ്. ഇതിനൊക്കെ റിയാക്ഷനും അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ ഒരു വോയിസിൽ ഒരു അപകടകരമായ ഒരു കാര്യമുണ്ട്. അതായത് പണ്ട് ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീ കുറേ അധികം പട്ടാളക്കാരുടെ പീഡനത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഭാനു എന്ന് പറയുന്ന സ്ത്രീ പീഡനത്തിന് ഇരയായത് കുറേയധികം പട്ടാളക്കാരിൽ നിന്നാണ്, അല്ലേ? അതുപോലെ തന്നെ ട്രെയിനിൽ വെച്ച് സൗമ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഭയങ്കരമായ ഒരു ലൈംഗിക വൈകൃതമാണ് ആ സ്ത്രീയുടെ, ആ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ ആ ഒരാള് ഏൽപ്പിച്ചത്.
അതുപോലെ ആ കുട്ടി മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഡൽഹിയിൽ ഒരു സ്ത്രീ 6 പേരാൽ ആക്രമിക്കപ്പെട്ടു. ആ സ്ത്രീയുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും കുടൽമാല പോലും പുറത്ത് വലിച്ചിട്ടു ഈ നരാധമന്മാർ. അന്ന് ഘോരം സംസാരിച്ചിരുന്നു നമ്മൾ. ഇതിൽ ഈ പുള്ളിക്കാരൻ പറയുന്നത് ഒരു അമ്മയെയും മകളെയുമാണ്. അതായത് സനു റിയാക്ഷൻ എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെ അമ്മ. ഈ പറയുന്ന അമ്മ മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സനുവിന്റെ അമ്മ മരണപ്പെട്ടു പോയതാണെന്നും സനുവിന്റെ ചേച്ചിയാണ് സനുവിന് അമ്മയുടെ സ്ഥാനത്ത് ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ അവിടെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പരാമർശിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ പരാമർശിക്കുന്നത് ഞാൻ അവരെ റേപ്പ് ചെയ്യും. നമ്മൾ റേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശരീരം കൊണ്ട് റേപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, വാ കൊണ്ടും ഒരാൾക്ക് റേപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രൂരമായ ഒരു റേപ്പാണ് ഈ പുള്ളിക്കാരൻ ആ 16 വയസ്സുള്ള പെൺകുട്ടിയെ ചെയ്തിരിക്കുന്നത്. അതായത് ആ പെൺകുട്ടിയെ അങ്ങനെ ചെയ്യുമെന്ന് മാത്രമല്ല, പുള്ളിക്കാരത്തിയെ കമ്പിപ്പാര കയറ്റും എന്ന് പറയുമ്പോൾ ഇതിനെ എങ്ങനെയാണ് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് എന്തിൻ്റെ പേരിലായിരുന്നാലും ഇനി സനു എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും സനുവിൻ്റെ മകളുടെയും അമ്മയുടെയും ശരീരങ്ങളെ ഇത്രയധികം പീഡിപ്പിക്കും എന്ന് പൊതുസമൂഹത്തിൽ ഇപ്പോൾ സനു ഈ ഒരു വോയിസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പറയുന്നത് ആരോടാണ്? ആ സ്ത്രീയോടാണ്. ആ സ്ത്രീയുടെ അമ്മയെയും മകളെയും ഇങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ എന്താണ് ആ സ്ത്രീ പ്രതികരിക്കേണ്ടത്? ഏത് രീതിയിലാണ്? അതുപോലെ തന്നെ ഡോക്ടർ റോസിയോട് മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. തെറി വിളിക്കുന്ന എല്ലാ സ്ത്രീകളെയും നിങ്ങൾ വിമർശിക്കും, അവരുടെ ചാനലുകളെ ഡിഫോം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഫിജോ എന്ന് പറയുന്ന സ്ത്രീയുടെ ചാനലിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല? നമ്മൾ പൊതുവിൽ ഒരു കാര്യത്തിന് മുഖം നോക്കാതെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ചാനൽ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇവരെയൊക്കെയും മാറ്റി നിർത്തുന്ന തരത്തിൽ അടിപൊളിയായിട്ട് ചീത്ത വിളിക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീയാണ് ഫിജോ ഹാരിസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഇപ്പോഴും നിങ്ങൾ സനു റിയാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ പിന്നാലെ പോകുന്നത്, ആ സ്ത്രീ കുട്ടികളെ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ. എങ്കിൽ ആ സ്ത്രീയുടെ കുഞ്ഞിനെയും തെറി വിളിക്കുന്നുണ്ട് ഫിജോ ഹാരിസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ പൊതു മീഡിയയിൽ. ഈ പറയുന്ന ഫിജോ ഹാരിസ് എന്ന് പറയുന്ന സ്ത്രീ നിങ്ങളുടെ ഗ്രൂപ്പിൽ പോലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് എടുത്തുകൊണ്ട് വന്ന് റിയാക്ട് ചെയ്യുന്നില്ല? ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു. ഞാൻ കുറേ ദിവസങ്ങളായി നിങ്ങളുടെ ഈ ലൈവുകൾ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഫിജോയുടെ ലൈവും നിങ്ങൾ കൊണ്ടുവരും. ഫിജോയുടെ ലൈവ് ഇതുവരെയും നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ആ പുള്ളിക്കാരത്തി വിളിക്കുന്നത് എന്താണ്? തെറിയല്ലയോ? ആ പുള്ളിക്കാരത്തി വിളിക്കുന്നത് തെറിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? അപ്പോൾ നിങ്ങളൊരു പക്ഷപാതം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ പറയും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഈ നിങ്ങൾക്ക് ഡോക്ടർ എന്ന പദവി ഞാൻ തരില്ല, 10 പൈസയ്ക്ക് വിവരമില്ലാത്ത സ്ത്രീയാണ് എന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ.